ഓക്കെ. അപ്പോൾ 28.5 എം കിട്ടിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് കോളം ഈസ് മോഡ് എക്സ് ഐ മൈനസ് എം. ഇത് ഇവിടെ ഡെസിമൽ വന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 0.5 എന്ന് പറഞ്ഞ ഒരു ഡെസിമൽ വരും ഡിഫറൻസ് കാണുമ്പോൾ. ഇനി 15 and 28.5 തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. 28.5 minus 15, 13.5. Then 21 and 28.5 തമ്മിലുള്ള ഡിഫറൻസ് 7.5. 27 and 28.5 1.5. 30 and 28.5 1.5. Then 35 and 28.5 6.5. Okay, then find fi into mod xi minus fi column നോക്കണം. xi mod xi minus n column നോക്കുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതൊന്ന് ആഡ് ചെയ്യാം. $149.5 ആണോ കിട്ടുന്നത്? ഇങ്ങനെ കിട്ടി. Then mean deviation is equal to such 149.5 divided by capital N is 29. That is equal to value നോക്കാം. രണ്ട് പ്ലേസിന് കറക്റ്റ് ചെയ്യുമ്പോൾ 5.16 എടുക്കാം. 155 അങ്ങനെയാണ് വരുന്നത്. അത് 16 എന്ന് കറക്റ്റ് ചെയ്യാം. കഴിഞ്ഞ പറയൂ. കഴിഞ്ഞു ടീച്ചർ. Next, question number 9. Find the mean deviation about the mean. Find the mean deviation about the mean for the following data. Whether continuous distribution ആണ്, അതായത് ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്.
അതില് ഫസ്റ്റ് കോളം ഇൻകം പെർ ഡേ. Income per day classes 0, 100, 100, 200 അങ്ങനെ 800 വരെ. 0, 100, 100, 200, 200, 300, 300, 400, 400, 500, 500, 600, 600, 700, 700, 800. Next column, number of persons. Number of persons. It is 4, 8, 9, 10, 9, 10, 7, 5, 4, 3, 7, 5, 4, 3. ഇതാണ് തന്നിട്ട് ക്ലാസ് ഇന്റർവൽ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ്, അതായത് mean deviation about x bar ആണ് question. That is summation fi into mod xi minus x bar divided by capital N. അപ്പം ക്ലാസ് നോക്കുക 0 to 100, 100 to 200 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മിഡ് വാല്യൂ ആണ് നമുക്ക് xi ആയിട്ട് എടുക്കേണ്ടത്. xi values വേണമല്ലോ, അതിൽ പറയുന്ന xi, that is the mid point of the class, mid value of the class. അപ്പോൾ 0, 100ന്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ കിട്ടാൻ 2 എൻ്റെ കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മിഡ് വാല്യൂ ഇറ്റ് ഈസ് 50. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി, പിന്നെ ഇങ്ങോട്ട് ക്ലാസ് വിട്ട് എത്രയാണോ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നോക്കൂ 100 ആണ് ക്ലാസ് വിട്ട്. ക്ലാസ് വിട്ട് എങ്ങനെ മനസ്സിലാവാൻ, ഒന്നുകിൽ ലോവർ ക്ലാസിന്റെ ഡിഫറൻസ് ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ അപ്പർ ക്ലാസിന്റെ നോക്കുക. നോക്കിയാൽ നമുക്ക് ആ ഡിഫറൻസ് കിട്ടും. ഇറ്റ് ഇസ് 100, 100 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എക്സ് ബാർ ഈസ് ഡയറക്റ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് ബാർ സമ്മേഷൻ fi xi by n ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കുക വലിയ വാല്യൂസ് ആണ് കിടക്കുന്നത്. അപ്പൊ fi xi കണ്ട് അതിന്റെ സം കണ്ട് പിന്നെ എന്നോട് ഡിവൈഡ് ചെയ്യാം ആണ് എക്സ് ബാർ. അപ്പോൾ ആ എക്സ് ബാർ കാണാൻ വേണ്ടി കാൽക്കുലേഷൻ ഒന്ന് ഈസി ആക്കാൻ വേണ്ടി നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട്, അതിന് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയും. അത് ഒരു വാല്യൂവിന് മീൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്നുള്ള ഡീവിയേഷൻ കണ്ടിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നും വിളിക്കും. അതായത് അസ്യൂംഡ് മീൻ മെത്തേഡ്, മീൻ കാണാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ആണത്. അപ്പോൾ അത് എക്സ് ബാർ ഈസ് എ പ്ലസ് സമ്മേഷൻ fi di by n into h. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ മീൻ കാണുന്നു. ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്ന സമയത്തും അതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാണാനൊക്കെ പറയും. അപ്പോൾ അതിലെ ആ ഷോർട്ട് കട്ട് മെത്തേഡിലെ ഡി ഐ അത് തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ ഡി ഐ. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേഷൻ നമുക്ക് ഈസി ആവും. ആ മെത്തേഡിൽ ചെയ്യുന്ന സമയത്തും ഇത് കൂടുതൽ യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാണുകയാണ് എന്താ എക്സ് ബാർ. അപ്പൊ നോക്കുക, അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ മീനാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അത് എങ്ങനെ അസ്യൂം ചെയ്യാന്ന് ചോദിച്ചാല്, ഒന്നുകിൽ ഈ മിഡ് വാല്യൂ, ചില കേസിൽ മിഡ് വാല്യൂം ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് നേരെ കിടക്കുന്ന എക്സലും ചില കേസിൽ രണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ മിഡ് വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് നേരെ കിടക്കുന്ന വാല്യൂ എടുക്കാം. അപ്പോൾ ഈ കേസിൽ മിഡിൽ എന്ന് പറഞ്ഞത്
രണ്ട് ഇത് വരുന്നുണ്ട്. അതിൽ നോക്കുക ഹൈസ്റ്റ് ഫ്രീക്വൻസി ഈസ് 10. അപ്പോൾ 10ന് നേരെ വരുന്ന xi നോക്കുക. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ xi ഇതാണല്ലോ ആവറേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഹൈസ്റ്റ് ഫ്രീക്വൻസി 10 ആയതുകൊണ്ട് അതിന് നേരെ കിടക്കുന്ന ഈ 350 ആണ് നമ്മൾ എ ആയിട്ട് എടുക്കുന്നത്. മീൻസ് വി ആർ അസ്യൂമിങ് ദിസ് ഇസ് ദി മീൻ. ഇത് മീൻ നമ്മൾ അസ്യൂം ചെയ്തതിന് ശേഷം ഇനി അതിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ ഇവിടെ ക്ലിയർ ചെയ്ത് പോകും. ഈ വാല്യൂല് പോയിട്ട് ആക്ച്വൽ മീൻ നമുക്ക് കിട്ടും. അപ്പോൾ ഫോർമുല എ പ്ലസ് സമ്മേഷൻ FIDI/n ഇൻറ്റു എച്ച്. അപ്പൊ അതിലെ എച്ച് എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത് ആണ്, ക്ലാസ് ഇന്റർവൽ ആണ് അതിലെ എച്ച്. അപ്പോൾ എ വാല്യൂ ആയി. ഇനി അതിനു വേണ്ടി ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സമ്മേഷൻ FIDI ഒക്കെ വേണം. DI എന്ന് പറഞ്ഞാൽ അത് xi മൈനസ് എ, xi മൈനസ് എ ബൈ എച്ച് ആണ് DI, ഡീവിയേഷൻ. അപ്പൊ നോക്കൂ, ഈ ഡീവിയേഷൻ നമ്മൾ കാണുക എച്ച് ക്ലാസ് ഇന്റർവെൽ ആണെന്ന് പറഞ്ഞു. ആദ്യം സെന്ററിന് നമ്മൾ തുടങ്ങും. സെന്റർ മീൻസ് ഈ ഏതാണോ. അപ്പൊ ഇവിടുന്ന് ദിസ് ഇസ് xi, a is also 350, xi is 350, so difference is 0. 0 divided by 100, it is 0. Then next മുകളിലോട്ട് 250 minus 350, that is minus 100 divided by 100, h, it is minus 1. അപ്പോ ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ബി -1 -2 -3 മുകളിലോട്ട് ഇങ്ങനെ പോകും. താഴോട്ട് 1 2 3 ഒരു വാല്യൂ ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് കൂടുതൽ 4 ഏതെങ്കിലും ഒന്ന് നോക്കി ചെക്ക് ചെയ്യാം. ഇപ്പൊ 750 ആണെങ്കിൽ 750 minus 350 divided by 100, 24. ഇതാണ് കാൽക്കുലേഷൻ ഈസി ആക്കുമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ DI വാല്യൂസ് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അസ്യൂം നേരെ 0 എഴുതിയതിനു ശേഷം മുകളിലോട്ട് -1 -2 -3 എന്ന് എഴുതിയാൽ മതി. താഴോട്ട് 1 2 3 4. ഇനി ഇവിടെ നോക്കാം FIDI കോളം ഇതാണ്. X ബാർ ആണ് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ FIDI കോളം വേണം. FI കോളം നോക്കുക. നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നില്ലേ, ദാറ്റ് ഈസ് FI കോളം. അതാണ് ഫ്രീക്വൻസി FI. അപ്പോൾ FI കോളം DI കോളോട് മൾട്ടിപ്ലൈ ചെയ്യാം. -12 -16 -9, next value 0 7 10 12 12. ഇനി ഇതിന്റെ സം വേണം. അപ്പം നോക്കൂ, നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും നിൽക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ഇതാ ഇവിടെ ഇങ്ങനെ സം ചെയ്യാം. എത്ര നോക്കാം. പോസിറ്റീവ് നമ്പേഴ്സ് ഇവിടെ സം ചെയ്യാം. അപ്പൊ നമുക്ക് 41 മൈനസ്, അപ്പൊ ഇനി സം എന്ന് പറഞ്ഞാൽ 41 minus 37 ആണ്. That is 4. സമ്മേഷൻ FIDI എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി ഫോർമുല നോക്കാം. what is a 350 plus summation FIDI is 4 divided by n. Total frequency calculate ചെയ്യാം. That is 50 into h class interval, class width, it is 100. 5 and 10 2, so it is 350 plus 8, 358. So we get x bar is 358. ഇനി ഡയറക്റ്റ് സമ്മേഷൻ FI xi by n എന്ന മെത്തേഡ് ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുക, 358 ഇസ് ദി വാല്യൂ. വാല്യൂ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് ഒക്കെ കാണുന്ന സമയത്തും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇറ്റ് യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്
അവിടെ ഓപ്ഷൻ ഇല്ല, ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെ ചെയ്യണം. ഇനി അല്ലാതെ ക്വസ്റ്റ്യൻ ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ വേരിയൻസ് മാത്രം ചോദിച്ചാലും നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇപ്പൊ ഇവിടെ അതുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡി ഐ മാത്രമാണ്. ഈ ഡി ഐ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എക്സ് ബാർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഫോർമുലയിലേക്ക് വരാം. മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണം, പിന്നെ എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണം. എക്സ് ബാർ ഇത് എഴുതിയോ നിങ്ങള്? എഴുതി മാം. The next column is mod xi minus x bar. xi values നോക്കാം. ഈ വാല്യൂസും 358 തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേണ്ടത്. Next, 251 is 0. നമുക്ക് ഡിഫറൻസ് കിട്ടി. Then find the column fi mod xi minus x bar. fi നോക്കാം, അതും ഇത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം ആഡ് ചെയ്തിട്ട് ആ സമ പറയൂ കേട്ടോ, ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് എത്ര കിട്ടിയതെന്ന് പറയണം. 7896 ആണോ? ആണോ?
എത്ര കിട്ടി സം? കിട്ടി ടീച്ചർ. അത് സെയിം അല്ലേ? വാല്യൂ വ്യത്യാസം ഇല്ലല്ലോ? ഇല്ല ടീച്ചർ. അപ്പം സമ്മേഷൻ എഫ് ഐ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണത്. അതിന് ക്യാപിറ്റൽ എൻ ആയ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 157.92 കംപ്ലീറ്റ് ചെയ്ത പറയും. Next, find the mean deviation about mean. Height in centimeters. Height in centimeters. 95, 105, 105, 115. 115, 125, അങ്ങനെ 145, 155 വരെ. പിന്നെ number of boys, next column. ഈ number of person or number of boys എന്ന് പറയുന്നതാണ് എന്തായിട്ട് വരിക? ഫ്രീക്വൻസി എഫ് ഐ ആയിട്ട് വരിക. That is 9, 13, 26, 30. 9, 13, 26, 30, 12, 10. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ സിമിലർ വേയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യാണ്. ആദ്യം നമുക്ക് എക്സ് ഐ വാല്യൂസ് വേണം. എക്സ് ഐ വാല്യൂസ് കിട്ടുക എങ്ങനെയാണ്? മിഡ് പോയിന്റ് ഓഫ് ദി ക്ലാസ്, മിഡ് വാല്യൂ ആണ് ക്ലാസ്സിന്റെ എക്സ് ഐ. മിഡ് വാല്യൂ കിട്ടാൻ രണ്ട് എൻ്റെ കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 95 പ്ലസ് 105. 200 by 200. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 95ഉം 10ഉം ആണ് 105. അപ്പൊ അതില് പകുതി 5 ആഡ് ചെയ്ത് കൊടുത്താൽ മതി 95നോട് കൂടി. ഫസ്റ്റ് എക്സ് ഐ കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതാം. ഇങ്ങനെ നോക്കൂ, 10 ആണ് ക്ലാസ് വിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിനോട് കൂടി 10 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. xi values ആയി. അപ്പം mean deviation about x bar is summation fi into xi minus x bar by n. x bar ആണ് നമ്മുടെ എയിം, ആദ്യത്തെ എയിം x bar കാണാണ്. x bar means mean നമ്മൾ assumed mean വലിയ വാല്യൂസും ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് നമ്മളത് assumed mean മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് x bar കാണാൻ. Its formula is a plus summation fi di by n into h ആണ്. ഇവിടെ h എന്ന് പറയുന്നത് 10 ആണ് ക്ലാസ് വിട്ട്. ഇനി എ നമുക്ക് തീരുമാനിക്കണം അസ്യൂംഡ് മീൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ എക്സ് ഐ വാല്യൂസിൽ നിന്നാണ് നമുക്ക് അത് എടുക്കേണ്ടത് അസ്യൂംഡ് മീന്. അതിനെ നോക്കാം. 6
വാല്യൂസ് ഇങ്ങനെ വരുന്നതിൽ മിഡിൽ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി 30 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ 30ക്ക് നേരെയുള്ള XIയെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ് DI ആണ്. ഇറ്റ് ഈസ് XI മൈനസ് A ബൈ H. അപ്പോൾ അത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട, ഇങ്ങനെ നമുക്ക് എഴുതിയാൽ മതി. അതായത് ഓരോ XIയെയും ഈ XI 130 minus 130 by H is 10, 120 minus 130 by 10, that is minus 1. ഇങ്ങനെ കിട്ടും ഓട്ടോമാറ്റിക്കലി. ഇതാണ് വാല്യൂ വരെ. നെക്സ്റ്റ് FI DI. ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്, ഈ ഫോമിലാണ് നോക്കുന്നത്. FI DI കോളം വേണം. ഇതാണ് FI, ഇതാണ് DI. അത് പ്രോഡക്റ്റ് കാണാം, കറസ്പോണ്ടിങ് പ്രോഡക്റ്റ്. അതിന്റെ സം വേണം. അതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും അവിടെ നിന്ന് ആഡ് ചെയ്ത് ഇടാം. ഇനി അതിന്റെ സമ്മേഷൻ FI DI. It is minus 47. 79ഉം പിന്നെ എത്ര വരുന്നത് 32 ആണ് വരുന്നത്. So it's sum is minus 47. ഇനി നമുക്കിത് കാണാം. A is 130 plus minus 47 divided by capital N കാണാം. It is 100. Into H is 10. So it is 130 minus 4.47 and 10 divided by it is 4.7. 130 minus 4.7. $115.3. Teacher 125.3 അല്ലേ? ഒരു മിനിറ്റ് നോക്കാം. Sorry, 125.3. Okay. ഇപ്പൊ എക്സ് ബാറേ ആയിട്ടുള്ളൂ. നമുക്ക് ഇനി എന്ത് കാണണം? മീൻ ഡീവിയേഷൻ എബൌട്ട് എക്സ് ബാർ വേണം. അപ്പൊ അതിന് ഇത് സമ്മേഷൻ FI into mod XI minus X bar by N ആണ്. സോ നെക്സ്റ്റ് കോളം ഈസ്, ഇതൊക്കെ എഴുതിയില്ലേ? ഇതൊക്കെ എല്ലാരും എഴുതിയതല്ലേ? ഓക്കെ. യെസ് മാം. mod XI minus X bar കോളം. അപ്പം 125.3 ആണ് നമുക്ക് എക്സ് ബാർ കിട്ടിയത്. ആ എക്സ് ബാറും XI വാല്യൂസ് നോക്കുക. ഈ XI തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേണ്ടത്. 100 and 125.3. Difference is 25.3. Then next is 15.3. 5.3. Next value is 130.
is 4.7. Next term 14.7, 24.7. ഇത് ആ കോളമായി. നെക്സ്റ്റ് fi into mod xi minus x bar. fi നോക്കുക, രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് സം ചെയ്യാം. One 128.8. വ്യത്യാസം പറയൂ, ഒന്ന് ആഡ് ചെയ്തത് എത്ര കിട്ടിയെന്ന് പറയൂ. രണ്ട് പ്ലേസിന് കറക്റ്റ് ചെയ്യുമ്പോൾ 11.29 എന്ന് കിട്ടും. ആണോ? പറയൂ. Yes ma'am, കിട്ടി. Yes ma'am. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ. Thank you teacher. Thank you ma'am. Have a nice day. വെൽക്കം.